വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഈശോ ജനിച്ച് ജീവിച്ച ഇസ്രായേൽ ദേശത്തേക്ക് പോയിട്ടുള്ള നിരവധി പേര് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ പലരും ശ്രദ്ധിച്ച് പറഞ്ഞു കേട്ടൊരു കാര്യം, ഈ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അവിടെ നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോയ മോശയുടെ യാത്രയെക്കുറിച്ച് കേൾക്കുമ്പോൾ, മോശ യാത്ര തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞു, വയസ്സായി, മോശ മരിച്ചു, പിന്നീട് ജോഷുവയാണ് യാത്ര തുടർന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ വർഷങ്ങൾ നീണ്ട്, ദശാബ്ദങ്ങൾ നീണ്ട ഈ യാത്രയെക്കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കൊരു വലിയ ദൂരമാണ്, അനേക വർഷം, അനേകം വലിയ തലമുറ തന്നെ അവിടെ ജീവിക്കുകയാണ് ഈ മരുഭൂമിയിൽ, ഈ വഴിയിൽ. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത്, ഈജിപ്തിൽ നിന്ന് അധിക ദൂരമൊന്നുമല്ല, വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന വാഗ്ദത്ത ദേശം. കടല് കടന്ന് നമ്മൾ പോയാലും ഈ കാണുന്ന ഇത്രമാത്രം, ഈ ബൈബിളിൽ പറയുന്ന അത്രയും ഒരു കാലഘട്ടത്തിൻ്റെ യാത്ര ആവശ്യമില്ല എന്ന് തോന്നുന്നിടത്ത് ഇത്രയും സമയമെടുത്ത് എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ എത്താൻ ഇടവന്നത് നോക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഇസ്രായേൽക്കാർ ഈ പ്രദേശത്തു കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, മരുഭൂമിയിലൂടെ പ്രത്യേകിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ നേരെ മുന്നോട്ട് പോയൊരു റോഡിലൂടെ പോകുന്ന പോലെ ആയിരുന്നില്ല. ഇവരിങ്ങനെ കറങ്ങി കിടക്കുകയായിരുന്നു. അവർ പൊയ്ക്കൊണ്ടിരുന്നത് മുന്നോട്ടാണ്, നമ്മളിൽ പലരും ചെയ്യുന്നത് പോലെ മുന്നോട്ടാണ് പോകുന്നത്, പക്ഷെ ഒരു സ്ഥലത്ത് കിടന്ന് കറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ ആവേശത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ദിവ്യബലിക്ക് പോകുന്നുണ്ട്, ഭക്തി അഭ്യാസങ്ങൾ പലതും കാണിക്കുന്നുണ്ട്, നൊവേനകൾ ചൊല്ലുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്തുതിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പക്ഷെ പലപ്പോഴും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിച്ചേരുന്നൊരവസ്ഥയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരു സിഖുകാരൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ്. ഇംഗ്ലണ്ടിലാണ്, ഇന്ത്യയിൽ നിന്ന് അനേകം പേർ ആദ്യം കുടിയേറിയവരുടെ കൂട്ടത്തിൽ സിഖുകാരാണ് വളരെ കൂടുതൽ. അങ്ങനെ കുടിയേറി അവിടെ പാർത്ത സിഖുകാർ ഒരു കാര്യം ശ്രദ്ധിച്ചു, അവരുടെ സംസ്കാരം അവർ പലപ്പോഴും അവരെ കെടാതെ കാത്തു സൂക്ഷിച്ചു. എന്നും അറിയാം, ലോകത്തിലെ അവരുടെ വലിയ ഗ്രാമങ്ങൾ തന്നെ ഇംഗ്ലണ്ടിലുണ്ട്. അവർ മാത്രം, അല്ലെങ്കിൽ അവർ ബഹുഭൂരിപക്ഷം പേരും അവരായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെ ഇതിലൊരു സിഖുകാരൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചു. ഇവിടുത്തെ പോലെ തന്നെ അദ്ദേഹത്തിന് ധാരാളം മക്കളുണ്ടായി. അദ്ദേഹം ഒരു വലിയ ഫാം, പഞ്ചാബിലെ കൃഷിയിടങ്ങൾ പോലെ വലിയൊരു ഫാം വാങ്ങിച്ചു. അനേകം ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന ഫാം. അതിൻ്റെ അറ്റത്തൊരു വലിയ ബംഗ്ലാവ് പണിതു. തൻ്റെ മക്കളും ധാരാളം മക്കളും അവരുടെ ചിലരുടെയൊക്കെ ചെറുമക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹം ആ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ വീട്ടിൽ താമസിക്കുമ്പോൾ വളരെ പിശുക്കിയൊക്കെയാണ് ആദ്യകാലങ്ങളിലൊക്കെ ജീവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ആ ഒരു സമ്പാദ്യങ്ങൾ ചെലവഴിക്കുമ്പോൾ ഒരു പിശുക്കുണ്ട്. എന്നാലും അദ്ദേഹം കുടുംബസമേതം വർഷത്തിൽ ഒരു അവധിക്കാലത്ത് എവിടെയെങ്കിലും ഈ വെള്ളക്കാരൊക്കെ പോകുന്നത് പോലെ ടൂറിന് പോകും. അങ്ങനെ ടൂറിന് പോകുവാൻ വേണ്ടി നിശ്ചയിക്കുന്ന പല രീതികളിൽ പോകാറുണ്ട്. ഒരു തവണ അദ്ദേഹം ടൂറിന് പോകാനായിട്ട് ക്ഷണിച്ചത് ഒരു ഹെലികോപ്റ്റർ കമ്പനിയെ, അവരുടെ ഹെലികോപ്റ്ററിൽ പോകുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരെയാണ് ക്ഷണിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ ഫാമിൽ ഹെലികോപ്റ്റർ വന്നിറങ്ങി. അദ്ദേഹവും കുടുംബത്തിലുള്ള സകലരും പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഹെലികോപ്റ്ററിലേക്ക് പോവുകയാണ്, വലിയ ഭാണ്ഡമൊക്കെ തൂക്കി. അങ്ങനെ ഓടി ഹെലികോപ്റ്ററിൽ കയറുവാൻ ചെല്ലുമ്പോൾ ഈ സിഖുകാരനുമുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് സിഖുകാരനോട് പറഞ്ഞു, സാർ, ഈ ഇത്രയും വലിയൊരു കുടുംബം, ഒരു ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ ഹെലികോപ്റ്ററിനകത്ത് ഇത്രയും പേരെ കയറ്റാൻ പറ്റില്ല. അത് എന്തോ അബദ്ധം പറ്റിയതാണ്. കാര്യം അങ്ങേക്ക് ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ഒരു ഹെലികോപ്റ്റർ കമ്പനി
കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ വിളിച്ചതാണല്ലോ, ആ ഹെലികോപ്റ്റർ കമ്പനിയിലുള്ളവർ ഞങ്ങളെല്ലാവരും തന്നെ കയറ്റിയതാണല്ലോ, അന്നുണ്ടായിരുന്നതിൽ ഒരാൾ പോലും കൂടിയിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത, ഇതൊക്കെ ശരിയല്ല, ഇത് മറ്റുള്ളവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തർക്കിക്കാൻ തുടങ്ങി. ഞങ്ങൾ എത്രയോ മറ്റുള്ളവർ പലരും പറയുന്നതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വാദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പൈലറ്റ് ഒന്ന് സമാധാനപ്പെട്ടു. അവിടെ ഇങ്ങനെ കസ്റ്റമർ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയാൽ സാധാരണ വെള്ളക്കാരായിട്ടുള്ളവർ സമാധാനപ്പെടുകയും കസ്റ്റമറിൻ്റെ വഴിക്ക് വരികയും ചെയ്യുന്നൊരു രീതിയൊക്കെ ഉണ്ട്. കസ്റ്റമറാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എന്തുകൊണ്ടോ ഈ വെള്ളക്കാരൻ മയപ്പെട്ടു, അദ്ദേഹം ഇവരെ കയറ്റാൻ തയ്യാറായി. കാര്യം വേറൊരു കമ്പനി കയറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ സംശയമായി, എൻ്റെ അറിവ് ശരിയല്ലായിരിക്കും. അങ്ങനെ തൂങ്ങിയൊക്കെ ആളുകൾ കയറി ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ മുന്നോട്ട് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ശബ്ദം കേട്ടു. ഹെലികോപ്റ്റർ ഉയരങ്ങളിൽ നിന്ന് കൂപ്പുകുത്തി താഴെ ഏതോ ഫാമിലേക്ക് വന്ന് താഴേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന വഴിക്ക് ആളുകളൊക്കെ തെറിച്ചു പോകുന്നു. ഹെലികോപ്റ്റർ എവിടെയോ പോയി കൂപ്പുകുത്തി, അത് അഗ്നിഗോളമായി കത്തി. പക്ഷേ ആളുകളൊക്കെ താഴെ വീണു. നമ്മളുടെ സിക്കുകാരനും താഴെ വീണു, പൈലറ്റും താഴെ വീണു. പൈലറ്റ് താഴെ വീണ് കിടക്കുന്നത് സിക്കുകാരൻ്റെ അടുത്താണ്. പൈലറ്റ് ഇതൊക്കെ നോക്കിയപ്പോൾ ചെളിയിലാണ്. അദ്ദേഹം ഇങ്ങനെ എല്ലാമൊക്കെ എടുത്ത് മാറ്റിയിട്ട് കണ്ണിലൊക്കെ ഉണ്ടായിരുന്ന ചെളിയൊക്കെ എടുത്ത് മാറ്റി. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ സിക്കുകാരനും അതുപോലെ ഇങ്ങനെ തലയുയർത്തി നോക്കുകയാണ്, തൊട്ടടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ പൈലറ്റ് ചോദിച്ചു, നമ്മളിതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. കാരണം പൈലറ്റിന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ സിക്കുകാരൻ പറഞ്ഞ മറുപടി ഇതാണ്, കഴിഞ്ഞ വർഷം ഞങ്ങൾ വീണ അതേ സ്ഥലത്ത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മളിത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഒരു രസം തോന്നും. സിക്കുകാരുടെ തമാശകളിൽ കൊള്ളാവുന്നൊരു തമാശയുമാണ്. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ തവണ നമുക്ക് വീഴ്ച പറ്റി അതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും വീഴുകയും, കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത അതേ തെറ്റിൽ തന്നെ, അതേ പ്രലോഭനങ്ങളുടെ മുമ്പിൽ തന്നെ, അതേ പ്രതിസന്ധികളുടെ മുമ്പിൽ തന്നെ നമ്മൾ പതറിപ്പോവുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ആത്മീയ മുന്നോട്ട് പോക്ക് പലപ്പോഴും മുന്നോട്ട് പോക്കാകുന്നതിന് പകരം കറങ്ങി നടക്കുന്നതിന് തുല്യമായ ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന പല മനുഷ്യരും അവരുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നവരായി കാണപ്പെടുകയാണ്. ഇങ്ങനെ ദൈവത്തിന് പ്രീതിയുള്ളവരായി തീർന്ന ഈ ലോകത്തിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമുക്കറിയാം, പലരും വിചാരിക്കുന്നത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മളുടെ ആത്മീയമായ മുന്നോട്ട് പോക്കുമെന്നാണ്. ഒരാൾ ഒരു വലിയ മണിമാളിക പണിതുയർത്തിയാൽ അയാളെ കാണുന്ന ജനം പറയും, അയാളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ. ഉയർന്ന ജോലി വാങ്ങിക്കുമ്പോൾ ആളുകൾ പറയും, ദൈവത്തിന് പ്രിയപ്പെട്ട ഉയർന്ന മനുഷ്യൻ, ഇതാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നയാൾ. വലിയ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാവുകയും വലിയ വലിയ പദവികളിലെത്തുകയും ലോകരാജ്യങ്ങളിലൊക്കെ ഒരാൾ കറങ്ങി നടക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ പറയും, ഇതാ നോക്കൂ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവൻ താഴെ കിടന്നിട്ട് ഇവനെ നോക്കിയിട്ട് വിചാരിക്കുന്നത്, അപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടപ്പെട്ടവനല്ലേ, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലേ, ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടല്ലേ. എവിടെ നിന്നാണ് നമുക്ക് ഈ കാഴ്ചപ്പാട് കിട്ടിയത്? ഈ ലോകത്തിലെ മുന്നോട്ട് പോക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ കറങ്ങി നടക്കുന്ന ഒരു ആത്മീയ അവസ്ഥ ഉണ്ടാകുന്നത്. ഈ ഭൂമിയിൽ ഇത്തരം കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നും മുന്നോട്ട് പോക്കെന്നും ആത്മീയ അഭിവൃദ്ധിയെന്നും വിചാരിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ താമസിക്കുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമാണ് ആത്മീയമായ അഭ്യുന്നതി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നിമിത്തം പലരും ആത്മീയമായി വളരുക എന്ന് പറയുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്നതാണെന്നോ, സാമ്പത്തികമായി ഉയരുകയാണെന്നതോ, സാമൂഹിക ജീവിതത്തിൽ ഉയരുകയാണെന്നതോ വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആത്മീയ ഉന്നതിയിൽ നിന്ന് അവർ വിട്ടുപോവുകയാണ്. ഭൗതികമായ ഉന്നതി മാത്രം ലക്ഷ്യമാക്കുന്ന കപട ആത്മീയ ചിന്താഗതി ഉള്ളവരുടെ മനസ്സിൽ അവരെന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും നോക്കുക, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുവാൻ വേണ്ടി അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി, അവരുടെ ജീവിതത്തിൻ്റെ ജീവിത നിലവാരം അവർ മാറ്റുവാൻ ശ്രമിക്കും. നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ചുറ്റുവട്ടം, അതായത് അവരെ ചുറ്റിപ്പറ്റിയുള്ള വീട്, സമ്പാദ്യം, ഇതൊക്കെ വികസിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നും വലിയ ഉയർച്ചയുമെന്നും വിചാരിക്കുന്ന നിമിത്തം അവർ അതിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്.
എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രീതിയുള്ളവരായി വിശുദ്ധരായി സഭ അംഗീകരിച്ച് ഈ ലോകത്തിൽ നമ്മൾ കണ്ട സകല മനുഷ്യരും, യേശുവും അവൻ്റെ ശിഷ്യന്മാരും പിന്നീട് കാണുന്ന വിശുദ്ധരുമൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണുന്ന കാര്യം അതായിരുന്നില്ല. അവരുടെ ഉള്ളിലെ, ഇവർ പുറമേയുള്ള കാര്യങ്ങളുടെ വികസനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ആത്മവികാസത്തെയാണ് അവർ ശ്രദ്ധിച്ചു കണ്ടത്. ഈ ആത്മവികാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ പുരോഗതിയെ ലക്ഷ്യം വെക്കുമ്പോൾ, അത് ഭൗതിക മനുഷ്യരെല്ലാവരും വിചാരിക്കുന്ന കാര്യം, അത് വേണ്ടെന്നല്ല ഒരിക്കലും. പക്ഷെ അത് ഭൗതിക പുരോഗതി ആത്മീയ പുരോഗതിയുടെ അളവുകോലാക്കുന്നത് എങ്ങനെയാണെന്നതാണ് ബൈബിൾ പ്രകാരം അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാനാവുന്നൊരു കാര്യമല്ലെന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ പുരോഗമനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നവർ ഉത്ഥാനത്തിലാണ് ശ്രദ്ധിക്കുക. മുന്നോട്ട് പോക്കല്ല, മുകളിലോട്ട് പോക്കാണ്. പുരോഗമനം മുന്നോട്ട് പോക്കാണ്. ആത്മീയത എന്ന് പറയുന്നത് മുകളിലോട്ട് പോക്കാണ്. മുകളിലോട്ട് പോകുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ആത്മീയമായ ഉയർച്ചയാണ് മുന്നോട്ട് പോക്കിനേക്കാൾ, പുരോഗതിയേക്കാൾ, ഭൂമിയിലെ ജീവിതത്തിലെ ഉയർച്ചയേക്കാൾ ശ്രദ്ധിക്കേണ്ടി വരിക. യേശുവിൻ്റെ അടുക്കൽ ഭൂമിയിലെ പുരോഗമനത്തിൽ ഏറെ ശ്രദ്ധിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞത്, നിനക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. നിന്റെ ഹൃദയം സ്വർഗോന്മുഖമല്ല. നീ ഭൂമിയിലെ പുരോഗമനത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നീ ഉത്ഥാനത്തിൽ, ഉയർച്ചയിൽ, ആത്മീയമായ ഉന്നമനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. യേശു അവനോട് പറയുകയാണ്, നിനക്ക് ഈ ഭൂമിയിൽ കാണുന്ന ഈ സാധനമൊക്കെ സ്വർഗത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നീ ഉത്ഥാനത്തിൽ ശ്രദ്ധിക്കുന്നവനാണെന്ന്, ആത്മീയ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നവനാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ യേശുവിൻ്റെ ശിഷ്യരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ഒരിക്കൽ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന കുറച്ച് മന്ത്രിമാരും അവിടെ ഉണ്ടായിരുന്ന IAS ഒക്കെ മരിച്ച് സ്വർഗത്തിൽ വന്നു. സ്വർഗത്തും സെക്രട്ടേറിയറ്റ് പോലെ ഒരു വലിയ കവാടമൊക്കെയാണ്. അപ്പോൾ ഇവർ സ്ഥിരം സെക്രട്ടേറിയറ്റിലായിരുന്ന സമയത്ത് വലിയ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെ സാധാരണ ആളുകൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണാം, ദയനീയമായിട്ട് കൂട്ടം കൂടി പല പല ആവശ്യങ്ങളുമായിട്ട്. ഇവരുടെ ഇടയിൽ പെട്ടെന്ന് പോലീസുകാരൊക്കെ വന്ന് ഇവർ വരുന്ന വിലപിടിപ്പുള്ള കാറുകൾ അത് വഴിമാറ്റിക്കൊടുത്ത ആളുകളേക്ക് വഴിമാറ്റി വകഞ്ഞു മാറ്റി ഈ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയെയും ഈ IAS കയറ്റിവിടുന്നൊരു കാലം അവർ ഈ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഓർത്തു. അതുപോലെ അവിടെ ആൾക്കാരുണ്ട്, മരിച്ചു വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ സ്വർഗത്തിൻ്റെ ആ വലിയ കവാടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരും വന്ന് നിൽക്കുകയാണ്, ഇവർക്കും കയറണം. ഇവർ നോക്കിയപ്പോൾ ഭൂമിയിലെ പോലീസുകാരുടെ സ്ഥാനത്ത് അവിടെ മാലാഖമാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മാലാഖമാർ നിൽക്കുന്നത് കണ്ടപ്പോൾ മന്ത്രിയൊക്കെ പെട്ടെന്ന് വിചാരിച്ചു, ഭൂമിയിലെ സെക്രട്ടേറിയറ്റിൽ ചെയ്യുന്നത് പോലെ അവിടെ നിൽക്കുന്ന സാധാരണക്കാരുടെ ആത്മാക്കളെയൊക്കെ വകഞ്ഞു മാറ്റി തന്നെയും ഈ സെക്രട്ടറിമാരെയും ഒക്കെ പെട്ടെന്ന് മാലാഖമാർ വന്ന് രഥത്തിൽ എന്നതുപോലെ കൊണ്ടുപോകുമെന്നൊക്കെ വിചാരിച്ച് മന്ത്രി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നതല്ലാതെ മാലാഖമാർ അവരെ ഗൗനിക്കുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മാലാഖമാർ വളരെ ശ്രദ്ധാലുക്കളാവുകയും അവർ ജാഗരൂകതയുടെ ആൾക്കാരെയും ഈ മന്ത്രിയെയും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെ വകഞ്ഞു മാറ്റിയിട്ട് ഒരാളെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരികയാണ്. ഒരാൾ നടന്നു വരികയാണ്. മന്ത്രിയും ഈ സെക്രട്ടറിയും ഒക്കെ നോക്കുമ്പോൾ വളരെ തേജസ്സുറ്റ രൂപമാണ്. ഇത് ആരാണ്? നോക്കിയപ്പോൾ വളരെ പരിചയമുണ്ടല്ലോ ഇയാളെ. വളരെ മനോഹരമായിട്ട് വളരെ റെസ്പെക്റ്റോടെ മാലാഖമാർ അദ്ദേഹത്തെ അകത്ത് കൊണ്ടുവന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റിവിടുന്നു. മറ്റാളുകളൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഈ മന്ത്രിയും പുറത്ത് നിൽക്കുകയാണ്, സെക്രട്ടറിയും. ഇവരിങ്ങനെ ആലോചിക്കുകയാണ്, ആരാണ് ഇയാൾ? അപ്പോഴാണ് അവരുടെ ഓർമ്മയിലേക്ക് വന്നത്, അവർ സെക്രട്ടേറിയറ്റിലേക്ക് സ്ഥിരം പോവുകയും വരികയും ചെയ്യുമ്പോൾ അവിടെ പണ്ടെന്തോ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുവാൻ വേണ്ടി മുറ്റത്ത് വന്നിരുന്ന് വർഷങ്ങളോളം അവർ ശ്രദ്ധിക്കാതെ ഇരുന്ന ഒടുവിൽ അവിടെ തന്നെ ഭിക്ഷക്കാരനായി ജീവിച്ച് ഒരു മനുഷ്യനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഖം ആരും ശ്രദ്ധിക്കപ്പെടാതെ പലപ്പോഴും സമരങ്ങൾ നടക്കുമ്പോൾ ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ മുഖം. എല്ലാം തകർക്കപ്പെട്ട, ഇവരുടെ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്ന വാതിലിൽ കിടന്നിരുന്നൊരു മനുഷ്യൻ്റെ മുഖം. ഈ മനുഷ്യനെ പലപ്പോഴും ഈ മന്ത്രിക്കും സെക്രട്ടറിക്കും വേണ്ടി പോലീസുകാർ ആട്ടി ഓടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യനാണ് ഇന്ന് സ്വർഗത്തിൽ മനുഷ്യരാൽ അവഗണിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ, ഭൂമിയിൽ വേദന അനുഭവിച്ചിരുന്ന മനുഷ്യൻ, സ്വർഗത്തിൽ വലിയ ജയഘോഷങ്ങളുടെ മാലാഖമാരാൽ ആനയിക്കപ്പെട്ട് കയറിപ്പോയത്. പ്രിയമുള്ളവരെ, ഇത് യേശു പറഞ്ഞ ഉപമയ്ക്ക് തുല്യമായ ഒരു ഉപമയാണ്. ഞാൻ ഈ ആനുകാലികമായി വ്യത്യാസപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. ധനവാനും ലാസറും ഉപമയിൽ ധനവാൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ലോകം മുഴുവൻ പറഞ്ഞു. കണ്ടില്ലേ അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ്റെ വീട് കണ്ടില്ലേ, അവൻ്റെ ഉയർച്ച കണ്ടില്ലേ, അവൻ്റെ മക്കളെ കണ്ടില്ലേ, അവൻ്റെ മക്കളുടെ കല്യാണം കണ്ടില്ലേ, അവർ നടത്തുന്ന ആഡംബരം കണ്ടില്ലേ, അവരുടെ വീട്ടിലെ പണച്ചാക്ക് കണ്ടില്ലേ, അവരുടെ സമ്പാദ്യങ്ങളുടെ വലുപ്പം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരപ്പക്കഷണത്തിന് വേണ്ടിയ വഴിയരികിൽ വ്രണങ്ങളോടുകൂടി കിടന്ന പാവപ്പെട്ട ലാസർ, അവൻ
ഈ ഭൂമിയിൽ അതാ ശപിക്കപ്പെട്ടവൻ, ദൈവത്തിന് വേണ്ടാത്തവനെന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്കറിയില്ല ഇവരിൽ ആരാണ് സ്വർഗത്ത് പോകാൻ പോകുന്നതെന്ന്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭൂമിയിലെ പുരോഗമനം നേടിയവനല്ല, ഹൃദയത്തിൽ ദൈവത്തെ വിളിക്കുന്നവനായ പാവപ്പെട്ടവന്റെ ആത്മാവിനെ സ്വർഗത്ത് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് യേശു വെളിപ്പെടുത്തിയത്. സമ്പന്നരെല്ലാവരും നരകത്തിൽ പോകുമെന്ന് അർത്ഥമല്ല. സമ്പന്നനാണെങ്കിൽ പോലും അവൻ്റെ ഹൃദയം സ്വർഗോന്മുഖമാകണമെന്ന് യേശു ധനവാനോട് പറഞ്ഞില്ലേ? ഈ ഭൂമിയിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ, ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ മുന്നോട്ട് പോക്കിന് പകരം കറങ്ങിക്കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം ഹൃദയത്തിൽ ആത്മശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിലുള്ള ഒരു ബിഷപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ വളരെയധികം പ്രശസ്തനായ അമേരിക്കയിലൊക്കെ ചർച്ചാ വിഷയമാകുന്ന ഒരു സമയത്ത് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുന്നൊരു ഇതിൽ ഈ വെള്ളക്കാരനായ അമേരിക്കൻ ബിഷപ്പ് ഈ നമ്മളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കത്തോലിക്ക സഭ ഇങ്ങനെ പേര് കേട്ടൊക്കെ വരുന്നു, പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കത്തോലിക്ക സഭ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു വലിയ അനീതി നിങ്ങൾക്ക് അറിയില്ലേ? സ്ത്രീകൾ കത്തോലിക്ക സഭയിൽ പുരോഹിതരാകുന്നില്ല, മെത്രാനാകുന്നില്ല, മാർപ്പാപ്പയാകുന്നില്ല. ഫ്രാൻസിസ് പാപ്പയൊക്കെ വലിയ ആളായിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? അത് അനീതിയല്ലേ? ഈ കാലഘട്ടത്തിൽ അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമല്ലേ? ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് മാർപ്പാപ്പയായിക്കൂടാ? ഈ ചോദ്യമൊക്കെ കേട്ട് മെത്രാൻ ഈ ചോദിക്കുന്ന വ്യക്തിയോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് നിങ്ങൾക്ക് കത്തോലിക്ക സഭയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് കത്തോലിക്ക സഭയിലെ ഉന്നത പദവി എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ പദവിയാണ്, അതുകൊണ്ടാണ് ആ പദവിയിലെത്താൻ സ്ത്രീകളെ അനുവദിക്കാത്തത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉന്നത പദവി എന്ന് പറയുന്നത് വിശുദ്ധ പദവിയാണ്. ഒരു വിശുദ്ധയാകുന്നതിൽ നിന്ന് ഒരു പെൺകുട്ടിയെയും ഒരു സ്ത്രീയെയും സഭ തടയുന്നില്ലെന്ന് മാത്രമല്ല, സഭ സർവാത്മന പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു പെൺകുട്ടി വിശുദ്ധയായി മാറിക്കഴിഞ്ഞാൽ, അവൾ വിശുദ്ധയായി കഴിയുമ്പോൾ അവളുടെ ചിത്രത്തിന് മുൻപിൽ അവളുടെ നമ്മൾ വണങ്ങുന്ന രൂപത്തിന് മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാർപ്പാപ്പയും കൈകൾ കൂപ്പും, അവളുടെ മധ്യസ്ഥം അപേക്ഷിക്കും, അവളെ ബഹുമാനിക്കും. അവളുടെ ഓർമ്മകളുള്ളിടത്ത് മാർപ്പാപ്പയും മുട്ടുകുത്തും, മെത്രാൻ മുട്ടുകുത്തും. ഏറ്റവും വിശുദ്ധമായ പദവി, ഏറ്റവും ഉയർന്ന പദവി കത്തോലിക്ക സഭയിൽ അത് വിശുദ്ധിയുടെ പദവിയാണ്. കത്തോലിക്ക സഭ വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത് പരിശുദ്ധ കന്യകാ മറിയം എന്ന് പറയുന്ന ഇസ്രയേലിലെ ഒരു പെൺകുട്ടിയാണ്, ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ്. അങ്ങനെ കത്തോലിക്ക സഭ എന്തിനാണ് മഹത്വമായി കാണുന്നതെന്ന് അറിയുക. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ അനുസരിച്ച് ഒരാളുടെ പദവികൾ നിമിത്തമല്ല അയാൾ ഉയർന്നതായി തീരുക. ഒരാൾ ഭൂമിയിൽ എത്തിച്ചേർന്ന ആത്മീയ പദവി പോലും അയാളുടെ ഔന്നത്യത്തെ നിർണ്ണയിക്കുന്നില്ല എന്ന് സഭ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗോന്മുഖരാകുവാൻ നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനെയാണ് ലക്ഷ്യമിടേണ്ടത്? നമ്മളുടെ ആന്തരികമായ വിശുദ്ധിയാണ്. നമ്മുടെ ഹൃദയ പരിവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം, ഈ ഒരു വർഷക്കാലം നമ്മൾ എന്ത് അധ്വാനിച്ചു? ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എത്രമാത്രം അധ്വാനിച്ചു എന്ന് നോക്കുക. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി സമ്പാദിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി, പുണ്യം നിറയുന്നതിന് വേണ്ടി, ബാങ്കിൽ പൈസ നിറയുന്നതിന് വേണ്ടി അധ്വാനിച്ച ലാഘവം, അത്ര കാഠിന്യം, നമ്മളുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ള സമർപ്പണം, ബാങ്കിലെ പണം നിറയുവാൻ, ഭൂമിയിൽ വസ്തുക്കൾ നിറയുവാൻ കാണിച്ച സമർപ്പണം, അതിൻ്റെ 10-1 നമ്മളുടെ ഹൃദയത്തിൽ വിശുദ്ധി നിറയുവാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടോ എന്നത് സ്വർഗത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ വിധി നിർണ്ണയിക്കുവാൻ പോകുന്ന ഒരു വലിയ ഘടകമാണ് എന്ന സത്യം മറക്കാൻ പാടില്ല നമ്മൾ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ ആത്മീയ പദവികൾ പോലും ഔന്നത്യത്തിന് കാരണമല്ല എന്ന് പറഞ്ഞ കർത്താവാണ്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് അപ്പോസ്തല പട്ടം ലഭിച്ച യൂദാസിനെ കുറിച്ച് പോലും കർത്താവ് പറഞ്ഞില്ലേ? നമുക്ക് അദ്ദേഹത്തിൻ്റെ വിധിയെക്കുറിച്ച് അറിയില്ലെങ്കിലും കർത്താവ് പറഞ്ഞില്ലേ, ഇവൻ്റെ ജന്മം എത്രയോ കഷ്ടമുള്ളതാണ്, ഇവൻ ജനിക്കാതെ പോയെങ്കിൽ. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഇവനൊഴിച്ച് ബാക്കി എല്ലാവരും. കർത്താവിന് വേദനയുണ്ട്. അപ്പോസ്തല പദവി കൊടുത്ത ഒരാളാണ് യൂദാസ്. എന്നാൽ യൂദാസിൻ്റെ സ്വന്തം പ്രവൃത്തികൾ, വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള യൂദാസിൻ്റെ ആഗ്രഹമില്ലായ്മ, കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാനുള്ള യൂദാസിൻ്റെ ആ ആഗ്രഹമില്ലായ്മ നിമിത്തം ബലഹീനനായ പത്രോസിന് കർത്താവ് കൊടുത്ത വലിയ പദവി നോക്കുക. എന്നാൽ യൂദാസ് കർത്താവിനോടൊപ്പം നിൽക്കുവാൻ ശ്രമിക്കാതിരുന്നത് നിമിത്തം ആത്മീയമായ ഔന്നത്യമുള്ള പദവി ലഭിച്ചിട്ട് പോലും അദ്ദേഹം പുറത്തു പോയില്ലേ? പ്രിയമുള്ളവരെ, മെത്രാനായാലും കന്യാസ്ത്രീ ആയാലും വൈദികനായാലും മാർപ്പാപ്പയായാൽ പോലും കർത്താവിൻ്റെ ഹിതമനുസരിച്ച് സ്വർഗോനുഗമമായില്ലെങ്കിൽ നരകത്തിൽ പോയേക്കാമെന്ന് പഠിപ്പിക്കുന്ന സഭയിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് അറിയണം. ആത്മീയ പദവികൾക്ക് പോലും പ്രാമുഖ്യം കൊടുക്കാത്തൊരു സഭ, വിശുദ്ധിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നൊരു സഭ, ആ സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഡോക്ടർ ആയിരുന്നാലും, എഞ്ചിനീയർ ആയിരുന്നാലും, കോടീശ്വരനായിരുന്നാലും, വലിയ CEO ആയിരുന്നാലും,
ഈ ഭൂമിയിലെ പുരോഗമനം നീ ഏത് രീതിയിൽ നേടിയാലും, നിന്റെ വസ്തുക്കൾ മുഴുവൻ വിസ്താരമായാലും, ഭൂമി വിസ്തൃതമായാലും, നിന്റെ വീടിൻ്റെ ഉയർച്ച, ഭൂമിയിൽ നീ കെട്ടിക്കെട്ടി ഉയർത്തി വലിയ മണിമാണികൾ നീ പണിതുയർത്തിയാലും, ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം നിന്റെ വീട്ടിലുണ്ടായിരുന്നാലും, നീ മരിച്ചു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്കറിയാമോ? നിന്റെ സ്വന്തം വീട്ടിലേക്കാണ്. നീ കെട്ടിയ വീട്ടിൽ നിന്നെ താമസിപ്പിക്കില്ല നിന്റെ വീട്ടുകാർ. നീ സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിൽ അവർ പറയും, ഇതല്ല നിന്റെ വീട്, അപ്പച്ചപ്പച്ചൻ്റെ വീടിതല്ല, ഭർത്താവിൻ്റെ വീടിതല്ല, ഭാര്യ നിന്റെ വീടിതല്ല. നിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകാം. എവിടെയാണ്? നിന്റെ പള്ളിയിലേക്ക്. ഒരു നിമിഷം ആ പള്ളി കടന്നു പോകുമ്പോൾ നീ ഓർക്കണം, നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം, ഉത്ഥാനം വരെ നിന്റെ ശരീരം അവിടെയായിരിക്കും. നീ നിന്റെ വീടാണ് നിന്റെ സ്വന്തം വീടെന്ന് കരുതി ആ വീടിന് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ, നീ പോകാനുള്ള നിന്റെ യഥാർത്ഥ വീട് നിന്റെ ഇടവക പള്ളിയാണെന്നത് നീ ഓർമ്മിക്കണം. പ്രിയ സഹോദര, നമ്മളുടെ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രതിഫലനം അതാണ്. ഈ ശരീരം പോലും ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കുവാൻ എൻ്റെ ലോകം അനുവദിക്കാത്തൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളായിരിക്കേണ്ടിടത്തേക്ക് നമ്മളെ അവർ പറഞ്ഞു വിടും. അവിടെ നമ്മൾ കിടക്കും. പിന്നീടുള്ള കാലം മുഴുവൻ ഈ ശരീരം, ഈ ജഡം, ഈ നിസാരമായ ജഡത്തിന് വേണ്ടിയാണോ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്? കർത്താവ് പറയുകയാണ്, നിന്റെ നിക്ഷേപം എവിടെയാ? അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അതുകൊണ്ട് നീ ഈ ഭൂമിയിൽ മുഴുവൻ നിക്ഷേപം കരുതി വെക്കാൻ നോക്കല്ലേ, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക. എല്ലായ്പ്പോഴും നമുക്കൊരു ആത്മശോധന വേണം. ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നതിന് മുമ്പ്, ATM കാർഡിൽ അത് ATMൽ ആ മെഷീനിൽ അതിട്ടതിന് ശേഷം ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ്, ബാങ്കിൽ നമ്മളുടെ ഡെപ്പോസിറ്റുകളുടെ പേപ്പറുകൾ എടുക്കുന്നതിന് മുമ്പ്, സ്വർണം എവിടെയാണോ വെച്ചിരിക്കുന്നത് അതൊക്കെ നോക്കുന്നതിന് മുമ്പ്, വീടിൻ്റെ ആധാരവും ഭൂമിയുടെ ആധാരങ്ങളും എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കണം, ഇതുപോലൊന്നും എനിക്ക് സ്വർഗത്തിലുണ്ടോ? ഇതിനു വേണ്ടി ഞാൻ അധ്വാനിച്ചത്, കഴിഞ്ഞ വർഷം ഞാൻ ഓടിയ ഓട്ടം, നടന്ന നടത്ത, ഞാൻ ആയിരുന്ന സ്ഥലങ്ങൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ, അതിന് തുല്യമായ വാക്കുകൾ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി ഞാൻ സംസാരിച്ചുവോ, പ്രാർത്ഥിച്ചുവോ, ആയിരുന്നുവോ, ആരാധനയ്ക്ക് പോയോ, ദൈവസന്നിധിയിലായിരുന്നുവോ, മണിക്കൂറുകൾ ഞാൻ പള്ളിയിൽ ചെലവഴിച്ചുവോ? എഴുന്നേക്ക്, വീട്ടിൽ നിന്ന് പോകുക പള്ളിയിലേക്ക്. ഇത്ര മാത്രമേ പറയുവാനുള്ളൂ. എന്തിന് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കണം? ആ വീട് നിന്റെ മരണശേഷം നിന്നെ താങ്ങില്ല, ഉൾക്കൊള്ളില്ല. അതിനാൽ സഹോദര, സഹോദരി, നമുക്ക് പോകാം. നമ്മുടെ സ്വന്തം ഭവനം അത് മാത്രം ലക്ഷ്യമാക്കി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗത്തിലേക്ക് പോകുവാനുള്ളൊരു വലിയ ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കുമ്പോഴും ഇതല്ല ഞങ്ങളുടെ വീട് എന്ന് പറയുവാനുള്ളൊരു വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വീടിന് വേണ്ടി അധ്വാനിക്കുവാൻ കൊച്ചു ത്രേസ്യ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ സ്വർഗ വീടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇന്നു മുതൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് പറയാം, എൻ്റെ വീടിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വീടിന് വേണ്ടി അധ്വാനിക്കുവാൻ, എൻ്റെ സ്വർഗ വീടിന് വേണ്ടി അധ്വാനിക്കുവാൻ, അങ്ങനെ പ്രവർത്തിക്കുന്ന സ്വന്തം വീട്ടിന് പിറന്നവരാകുവാൻ, സ്വർഗത്തിന് പിറന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.